നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിലും മീനം രാശിയിലും പെട്ട പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇവർക്ക് അലസതയും ആസക്തിയൊക്കെ കൂടുതലുള്ള ആളുകളാണ്. ഇവരുടെ ഒരു പ്രത്യേകതയാണത്. ക്ഷിപ്രപ്രസാദിയാണ്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. പെട്ടെന്ന് കോപിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തരാവുകയും ചെയ്യും. ഏറ്റെടുത്ത ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഇവർ ശ്രമിക്കും. ഏറ്റെടുത്ത ജോലിയൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള കഴിവും ഇവർ ശ്രമിക്കാറുണ്ട്. ആചാരങ്ങളിലൊന്നും വലിയ വിശ്വാസം കുറഞ്ഞിരിക്കുന്ന ആളുകളാണ്. കുടുംബവുമായിട്ട് അടുപ്പക്കുറവ് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. കുടുംബമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടാകാറില്ല. മാതാപിതാക്കളിൽ നിന്നൊക്കെ അകന്നു കഴിയേണ്ട സാഹചര്യമൊക്കെ വന്നു ചേരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളും താഴ്ചകൾ കൊണ്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർ. ഒരു തൊഴിലൊക്കെ കിട്ടി നല്ല രീതിയിലൊന്ന് ഉയർന്നു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിന്നീട് താഴേക്ക് വരുന്ന അവസ്ഥയാണ്. സമ്പാദ്യശീലം തീരെ ഉണ്ടാവില്ല. വേണമെന്ന് വെച്ചാൽ ഇവർക്ക് സാധിക്കാറുമില്ല സമ്പാദിക്കാനൊന്നും. ഉദ്യോഗ ജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലുമൊക്കെ ഇവർ വിജയം നേടാറുണ്ട്. ഉദ്യോഗത്തിലൊക്കെ എപ്പോഴും ഇവർക്കൊരു ശത്രുക്കൾ ഇവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതായിട്ടുണ്ടാകാം. സ്ത്രീകളാണെങ്കിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെയും സന്താനങ്ങളെയും കൊണ്ട് കുടുംബഭരണത്തിലും ഉദ്യോഗത്തിലും പൊതുപ്രവർത്തനത്തിലും ഒക്കെ വിജയം നേടാൻ കഴിയും. ഏതെങ്കിലും ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നതിന് അവിടെയൊക്കെ തലപ്പത്ത് എത്തിപ്പെടാനും ടോപ്പിലെത്താനൊക്കെ ഇവർക്ക് സാധിക്കാറുണ്ട്. യോഗ്യന്മാരായവർക്ക് ദാനം ചെയ്യാനും സജ്ജന സഹവാസം കൊണ്ട് കൂടുതൽ താല്പര്യത്തിൽ ഇവർ പ്രവർത്തിക്കുന്നതാണ്. സജ്ജന സഹവാസം കൊണ്ട് കൂടുതൽ താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും സ്ത്രീകൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. മീനം രാശിയിൽപ്പെട്ട ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ വല്ലാതെ കുഴപ്പം പിടിച്ച പല സാഹചര്യങ്ങളിലൊക്കെ സമചിത്തത പാലിച്ച് അതിനെ വളരെ പ്രതിസന്ധികളെയൊക്കെ വളരെ വിജയകരമായിട്ട് നേരിടുന്ന ആളുകളാണ്. ആർക്കും ദോഷമായിട്ടൊന്നും ചെയ്യാതിരിക്കാനൊക്കെ ആയിട്ട് ഇവർ ശ്രദ്ധിക്കും. എല്ലാ വിഷയത്തെപ്പറ്റിയും സാമാന്യമായിട്ട് അറിവ് നേടാനും അതിന് അറിവ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഇവർക്ക് നല്ല കഴിവുണ്ട്. മാതാപിതാക്കളോടൊക്കെ പ്രത്യേകമായിട്ടൊരു സ്നേഹമൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവേ മാതാവിനോടായിരിക്കും പിതാവിൽ നിന്ന് സഹായങ്ങളൊക്കെ, പൈതൃക സ്വത്തുക്കളൊക്കെ കുറവായിരിക്കും ലഭിക്കുക. അവർക്ക് മാത്രമല്ല വളരെ ബഹുമാനമൊക്കെ ഉണ്ടാവും മാതാവിനോടുമൊക്കെ. വിദേശ സഞ്ചാരം, അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുക, അവിടെ ഉയർന്ന നിലയിലുള്ളവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവുക, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതകളാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ. വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് ഇവരുടെ ദാമ്പത്യം തന്നെ, അതായത് വിവാഹ ജീവിതം തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകും. വിട്ടുവീഴ്ച മനോഭാവത്തിൽ ഈ നക്ഷത്രക്കാർ വളരെ മിടുക്കരാണ്. ആ വിവാഹത്തിന് ശേഷം ഇവർക്ക് നാടും വീടും ഒക്കെ വിട്ട് ചിലപ്പോൾ പോകേണ്ടതായിട്ട് വരാം. പിന്നീടുള്ള കാലമൊക്കെ ചിലപ്പോൾ നാട് വിട്ട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരാം. സ്ത്രീകളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഇവർ ഭർത്താവിനെ അനുസരിക്കുകയും ഗുരുക്കന്മാരോടുകൂടി ബഹുമാനവും അവരിൽ നിന്ന് സന്തോഷവും ഒക്കെ ഉള്ളവരായിരിക്കും. ഗുരുക്കന്മാരിൽ നിന്ന് ധാരാളം അനുഗ്രഹമൊക്കെ ഉള്ളവരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ. മീനം രാശിയിൽപ്പെട്ട 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇവരിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ്. രേവതി നാളിന് 70 ശീലം എന്നൊരു പുരാണം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള. ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ കാണിക്കുന്ന സ്വഭാവമല്ല, കുറച്ച് കഴിഞ്ഞ അസ്ഥിരതയുള്ള സ്വഭാവമാണ്. ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഇവരുടെ ക്യാരക്ടറിൽ. കർമ്മശേഷിയുള്ളവരൊക്കെ ആയിരിക്കും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാവും ഇവർക്ക്, ആരാധകരൊക്കെ ഉണ്ടാകും. ഒന്നിലും സ്ഥിരമായി തന്നെ നിന്നു എന്ന് വരില്ല. ധാരാളം ആരാധകരൊക്കെയുള്ള കലാരംഗത്തൊക്കെ പ്രശോഭിക്കാനും കഴിവും പ്രാഗൽഭ്യമൊക്കെ ഉള്ള നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. പക്ഷേ പൊതുവെ ഒരു സ്റ്റേബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല സുഹൃത്തുക്കളും ശത്രുക്കളായിട്ട് മാറാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ രേവതി നക്ഷത്രക്കാർ. ആരോടും ഒരു അതിര് കവിഞ്ഞ അടുക്കുന്ന ഒരു സ്വഭാവമൊന്നും ഇവർക്കില്ല. എല്ലാവരും കുറേ നാൾ ഒരാൾ കുറേ നാൾ ഇങ്ങനെ മാറി മാറി നിൽക്കും. എന്നാൽ അടുപ്പം ഉണ്ടെങ്കിൽ അവരോട് ഭയങ്കര സ്നേഹമായിരിക്കും. സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന ഒരു കൂട്ടുകെട്ടിൽ ഇവർ താല്പര്യം കാണിക്കില്ല. തങ്ങളെ നിയന്ത്രിക്കുകയോ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നെന്ന് തോന്നുന്ന കൂട്ടുകെട്ടിലൊന്നും അവർ ഏർപ്പെടാറില്ല. സ്ത്രീകൾ പൊതുവെ, ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെന്ന് പറയുന്നത് പൊതുവെ പൂജ്യമായിട്ടുള്ള ധാരാളം ബന്ധുക്കളും സ്വഭാവശുദ്ധിയും വൃതാനുഷ്ഠാനമൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കും പൊതുവെ. എങ്കിലും അവരുടെ ദാമ്പത്യത്തിൽ ധാരാളം പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് രേവതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക്.